നമസ്തേ. കൊല്ലവർഷം 1200 ആണ്ട് മേടമാസം 1 തീയതി മുതൽ മേടം 31 വരെയുള്ള, അതായത് 2025 ഏപ്രിൽ മാസം 14 തീയതി മുതൽ മെയ് 14 വരെയുള്ള കർക്കിടകക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന പുണർദം കാല്, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാരുടെ 2025 മേടമാസ ഫലത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ നക്ഷത്രക്കാരുടെ കൂറായ കർക്കിടകക്കൂറിന്റെ 3-ാം രാശിയായ കന്നിരാശിയിൽ കേതു സ്ഥിതി ചെയ്യുന്നു. കർക്കിടകം രാശിയുടെ 9-ാം രാശിയായ മീനം രാശിയിൽ ശുക്രൻ ഉച്ചനുമായി സ്ഥിതി ചെയ്യുന്നു. അതിനോടൊപ്പം ബുധൻ നീചനായി സ്ഥിതി ചെയ്യുന്നു. അതിനോടൊപ്പം ശനിയും സർപ്പനും ആ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. കർക്കിടകം രാശിയുടെ 10-ാം രാശിയായ മേടം രാശിയിൽ സൂര്യൻ അത്യുച്ചത്തിലേക്ക് പോകുന്നു. കർക്കിടകം രാശിയുടെ 11-ാം രാശിയായ ഇടവം രാശിയിൽ വ്യാഴൻ സ്ഥിതി ചെയ്യുന്നു. പൊതുവെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ മാസക്കാലം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് അനുഭവിക്കേണ്ടത്. കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് ഇവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ ലഭിച്ച ഒരു കാലഘട്ടമായിരുന്നു. 11-ൽ വ്യാഴൻ ആയിരുന്നത് കൊണ്ട് വളരെ വലിയ പുരോഗതി തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വർഷമായിരുന്നു കഴിഞ്ഞ വർഷക്കാലം. എന്നാൽ ഈ ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഇവർ ഒരു വർഷക്കാലം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ നക്ഷത്ര ജാതകർക്ക് 12-ൽ ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് ധനപരമായ ഇടപാടുകൾക്കും പുതിയ ബിസിനസ്സുകൾക്ക് തുടക്കം കുറിക്കുന്നതിനും വളരെ മോശമായ കാലഘട്ടമാണ്. എന്നാൽ ഈ മാസം ഇവർക്ക് തൊഴിലിൽ പുരോഗതി ഉണ്ടാകുകയും തൊഴിലിൽ സ്ഥാനക്കയറ്റം ലഭിക്കുകയും പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാൻ ഉത്തമമായ കാലഘട്ടവുമാകുന്നു. വസ്തു ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ കാലഘട്ടമാണ്. ബിസിനസ്സിൽ നിന്നും ലാഭം കൈവരിക്കുവാൻ കഴിയുകയും പുതിയ ഭൂമി വാങ്ങുവാനും ഉത്തമമായ കാലഘട്ടമാണ്. ബിസിനസ്സുകാർക്ക് പൊതുവെ വളരെ ഗുണാനുഭവങ്ങൾ ലഭിക്കുകയും പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പുതിയ വാഹനം വാങ്ങുവാനും പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതാണ് ഈ മാസകാലം. പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകരെ തേടിയെത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. സ്ത്രീകളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയും ഇരുമ്പുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക്, അതായത് വെൽഡിംഗ് വർക്ക്ഷോപ്പ്, കാർ വർക്ക്ഷോപ്പ്, സ്കൂട്ടർ വർക്ക്ഷോപ്പ് മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പല വിധേനയുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും വിവാഹാദി കാര്യങ്ങൾക്ക് അല്പ താമസ തടസ്സം ഉണ്ടാകുകയും കൃഷിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ ലാഭം ഉണ്ടാകുകയും സൈന്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ചില അവാർഡുകൾ നേടിയെടുക്കുവാൻ കഴിയുകയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും മുടങ്ങിയ വിദ്യകൾ പുനരാരംഭിക്കുന്നതിനും തുടർ പഠനത്തിനായി വിദേശയാത്രകൾ നടത്തുവാനും കാലം അനുകൂലമാണ്. വിദേശത്ത് സ്ഥിതി ചെയ്യുന്നവർക്ക് സ്വദേശത്ത് വരുവാനും കാലം ഉത്തമമാകുന്നു. ഈ കാലയളവിൽ ഇടവിട്ട് മുട്ടുവേദന ഉണ്ടാകുവാനും സാധ്യത വളരെ കൂടുതലാണ്. കലാകാരന്മാർക്ക് കലയിൽ വേണ്ടത്ര പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുകയും ചില അവാർഡുകൾ നേടിയെടുക്കുവാൻ കഴിയുകയും ഫലമാകുന്നു. പിതാവിന്റെ തൊഴിൽ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായ അവസ്ഥയുണ്ടാകുകയും മാതാവിൽ നിന്നും പല ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും
കൃഷിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ ലാഭം സമ്പാദിക്കുകയും പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരുകയും ലോണ്, ചിട്ടി എന്നിവ ലഭിക്കുവാനും അനുകൂലമായ കാലഘട്ടമാകുന്നു. അതുപോലെ ശരീരത്തിൽ ഉണ്ടായിരുന്ന അലർജികൾക്ക് ശമനമുണ്ടാകുന്നതിനും ഉത്തമമായ കാലഘട്ടമാകുന്നു ഈ കാലഘട്ടം. ഗവൺമെന്റിൽ നിന്നും പലവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുകയും രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയത്തിൽ സ്ഥാനമാനങ്ങൾ നിലനിർത്താൻ കഴിയുകയും പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുകയും ഫലമാകുന്നു. ഈ നക്ഷത്ര ജാതകർക്ക് പരിഹാരമായി നവഗ്രഹ അർച്ചന നടത്തുന്നത് വളരെ ഉത്തമമാകുന്നു. അതിനോടൊപ്പം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും സുബ്രഹ്മണ്യന് പഞ്ചാമൃത അഭിഷേകം നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.